എല്ലാവർക്കും നമസ്കാരം. ഗോകുലമാലയിലേക്ക് സ്വാഗതം. സിദ്ധകുഞ്ചികാ സ്തോത്രം. സിദ്ധകുഞ്ചികാ സ്തോത്രം വൈദഗ്ധ്യം നേടുന്നതിന് വേണ്ടിയാണ് നാം ഉപയോഗിക്കുന്നത്. ഇത് ഹോമത്തിലെ ഒരു മൂലമന്ത്രം പോലെയോ ദുർഗാ സപ്തശതിയുടെ പ്രധാന ശ്ലോകമോ പോലെയാണ്. ഈ സ്തോത്രം ജപിക്കുന്നത് ദുർഗാ സപ്തശതി മുഴുവനും ചെയ്യുന്ന അതേ ഫലം നിങ്ങൾക്ക് നൽകുമെന്ന് പറയപ്പെടുന്നു. സിദ്ധകുഞ്ചികാ സ്തോത്രം പല തന്ത്രങ്ങളിലും കാണപ്പെടുന്ന ഒരു ചെറിയ ശ്ലോകമാണ്. ഗൗരി തന്ത്ര വിഭാഗത്തിൽ നിന്നും രുദ്രയാമാല തന്ത്രത്തിൽ നിന്നും ലഭിച്ച ഏറ്റവും പ്രശസ്തമായ പതിപ്പാണിത്. ശിവനും പാർവതിയും തമ്മിലുള്ള സംഭാഷണമാണിത്. ദുർഗാ സപ്തശതി അല്ലെങ്കിൽ ശ്രീചണ്ഡി മുഴുവനും ജപിച്ചതിന് തുല്യമായ ഒരു ഹ്രസ്വ സ്തോത്രമാണ് സിദ്ധകുഞ്ചികാ സ്തോത്രം. കവചം, അർഗലം, കീലകം, രഹസ്യം, സൂക്തം, ദ്യം, ന്യാസം, വാർച്ചനം തുടങ്ങിയ മറ്റ് ആചാരമന്ത്രങ്ങൾ ഇതിനാവശ്യമില്ല. ഭക്തന്റെ മേലുള്ള ഏതെങ്കിലും നിഷേധാത്മകമായ മന്ത്രങ്ങളുടെയും സിദ്ധികളുടെയും സ്വാധീനങ്ങളെ ഇത് തകർക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ഇതിൻ്റെ ഫലസിദ്ധികളെക്കുറിച്ചൊന്ന് നോക്കാം. സിദ്ധകുഞ്ചികാ സ്തോത്രം ചൊല്ലുന്നവർക്ക് ശരിയായ സംരക്ഷണം ദേവിയിൽ നിന്ന് ലഭിക്കുന്നു. അതായത് എല്ലാ നെഗറ്റീവ് എനർജികളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും ദേവി നമുക്ക് ആന്തരിക ശക്തി ലഭ്യമാക്കി തരികയും എല്ലാ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും പോസിറ്റീവിലേക്ക് മാറുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. ആത്മീയ വളർച്ച ഉണ്ടാക്കി തരുന്നു എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ശാരീരികവും വൈകാരികവും മാനസികവുമായ ക്ഷേമത്തിൽ ഇത് ഒരു രോഗശാന്തി ഫലമുണ്ടാക്കുന്നു എന്നും പറയുന്നു. സമ്മർദ്ദം ലഘൂകരിക്കാനും മൊത്തത്തിലുള്ള ആരോഗ്യം പ്രോത്സാഹിപ്പിക്കാനും സിദ്ധകുഞ്ചികാ സ്തോത്രം ദിവസവും ചൊല്ലുന്നത് വഴി സാധിക്കുന്നതാണ്. ദേവിയോടുള്ള നിരന്തരമായ പ്രാർത്ഥന ദുർഗാദേവിയുടെ അനുഗ്രഹം നാം എപ്പോഴും ആവശ്യപ്പെടുന്നതിന് തുല്യമാണ്. അത് ഒരാളുടെ ജീവിതത്തിന് ഐശ്വര്യവും ഐക്യവും കൊണ്ടുവരും. അതിന് യാതൊരു തർക്കവുമില്ല. മനസ്സിനെയും ആത്മാവിനെയും ശുദ്ധീകരിക്കുകയും എല്ലാ നെഗറ്റീവ് പ്രവണതകളെയും മാലിന്യങ്ങളെയും മറികടക്കാൻ വ്യക്തികളെ സഹായിക്കുകയും ചെയ്യുന്നു. സിദ്ധകുഞ്ചികാ സ്തോത്രത്തിൻ്റെ ഫലപ്രാപ്തി ഏതൊരു ആത്മീയ പരിശീലനത്തെയും പോലെ അത് പാരായണം ചെയ്യുന്ന ആത്മാർത്ഥത, വിശ്വാസം, ഭക്തി എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് കേവലം പാരായണ പ്രവൃത്തി മാത്രമല്ല, ഒരാളുടെ ബന്ധത്തിൻ്റെയും ഭക്തിയുടെയും ആഴമാണ്. നവരാത്രി ദിനങ്ങളിൽ സിദ്ധകുഞ്ചികാ സ്തോത്രം ജപിക്കുന്നത് അത്യുത്തമമാണ്. ഓം അസ്യ ശ്രീകുഞ്ചിക സ്തോത്ര മന്ത്രസ്യ സദാശിവ ഋഷി അനുഷ്ടുപ് ഛന്ദഃ ശ്രീ ത്രിഗുണാത്മികാ ദേവത. ഓം ഐം ബീജം, ഓം ഹ്രീം ശക്തി, ഓം ക്ലീം കീലകം. മമ സർവാഭീഷ്ട സിദ്ധ്യാർത്ഥേ ജപേ വിനിയോഗം. ശിവ ഉവാച ശൃണുദേവി പ്രവക്ഷ്യാമി കുഞ്ചികാ സ്തോത്രമുത്തമം യേന മന്ത്രപ്രഭാവേന ചണ്ഡീജപാശുഭോ ഭവേത്. ന കവചം നർഗലാ സ്തോത്രം കീലകം ന രഹസ്യകം ന സൂക്തം നാപി ധ്യാനം ച ന ന്യാസോ ന ചാവാർച്ചനം. കുഞ്ചികാപാഠമന്ത്രേണ ദുർഗാപാഠഫലം ലഭേത്. അതിഗുഹ്യതരം ദേവി ദേവനാമാപി ദുർലഭം. അഥ മന്ത്രം. ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായേ വിച്ചേ. ഓം ഗ്ലൗം ഹും ക്ലീം ജൂം സ ജ്വാലയ ജ്വാലയ ജ്വല ജ്വല പ്രജ്വല പ്രജ്വല. ഐം ഹ്രീം ക്ലീം ചാമുണ്ഡായേ വിച്ചേ ജ്വാല ഹം സാം ലം ക്ഷണം ഭട്ട് സ്വാഹാം. ഇതി മന്ത്ര. നമസ്തേ രുദ്രരൂപിണ്യേ നമസ്തേ മധുമർദ്ദിനി നമ കൈതബഹാരിണ്യേ നമസ്തേ മഹിഷാർദിനി നമസ്തേ ശുംഭഹൈന്ദ്രേ ച നിശുംഭാസുരഖാദിനി. ജാഗ്രതം ഹിം മഹാദേവി ജപം സിദ്ധം കുരുഷ്വ മേ. ഐംകാരി ശ്രേഷ്ഠി രൂപായേ ഹ്രീംകാരി പ്രതിപാലിക. ക്ലീംകാരി കാമരൂപിണ്യെ ബീജരൂപേ നമോസ്തുതേ. ചാമുണ്ഡാ ചണ്ഡാഘാതി ചയായീകരി വരദായിനി. വിച്ഛേജ ഭയദാം നിത്യം നമസ്തേ മന്ത്രരൂപിണീം.
धां धीं दुं दुर्जडे पत्नीं वां वीं वूं वागधीश्वरी क्रं ख्यं ख्यं कलिका देवी शां शीं शूं मे शुभं कुरुं हुं हुं हुङ्काररूपिण्ये जं 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 जम्बनाथिनी भ्रां भ्रीं भ्रूं भैरवी भद्रे भवान्ये ते नमो नमः अं कं चं टं तं पं यं शं विं दुं ऐं वीं हं क्षम द्विजाग्रं द्विजाग्रं त्रोडय त्रोडय दीप्तं कुरु कुरु स्वाहा पां पीं पुं पर्वती पूर्ण खं खीं खुं खेकारि तदा सां सीं सुं सप्तसति देव्या मन्त्रसिद्धिं कुरुष्व मे कुञ्जिकायै नमो नमः इदं तु कुञ्जिकास्तोत्रमन्त्रजागर्तिहेदवे अभक्ते नैव दातव्यं गोपितं रक्ष पार्वती यस्तु कुञ्जिकाय देवी हिनां सप्तशतीं पठेत् न तस्य जायते सिद्धिररण्ये रोदनं यथा इति श्रीरुद्रयामाले गौरीतन्त्रे शिवपार्वती संवादे കുഞ്ചികാസ്തോത്രം സമ്പൂർണം. സിദ്ധകുഞ്ചികാ സ്തോത്രത്തിൻ്റെ വരികൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അത് നോക്കി നമുക്കിഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള സ്വരത്തിൽ ജപിക്കാവുന്നതാണ്. എല്ലാവരുടെയും രോഗങ്ങൾ മാറി ശാന്തിയും സമാധാനവുമായി ജീവിക്കുവാനായി ദേവി ഈ നവരാത്രി ദിവസങ്ങളിൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാവുന്നതാണ്.